എല്ലാവർക്കും നമസ്കാരം. കവി ഉറവങ്കരയുടെ യോഗ സംബന്ധമായ ഒരു ശ്ലോകമാണ് ഞാനിവിടെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആദ്യം ശ്ലോകം ചൊല്ലാം. മൂലൊഡ്ഡിയാനജാലന്ധരയമനിയമം ചെയ്തു മെല്ലൊന്നുണർത്തിച്ചാലേ മേൽപോട്ടുയർത്തി ചതുരതകലരും ചക്രമാറും കടത്തി മേലേ തേജച്ഛടാഭാസ്വര കമലവനം തന്നിലം മാറിരുത്തി പാലാഴിഖ്യാതിവിത്തേ ഭവതിയ നിലവിൽ കാണുവോനാണുമേശൻ. ഈ ശ്ലോകത്തിൽ യോഗ സാധന കൊണ്ട് പ്രത്യേകിച്ച് കുണ്ടലിനി ശക്തിയെ ഉണർത്തി അത് ബോധത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക്, സമാധിയുടെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെയും ഒരു നേർചിത്രമാണ് കാണുന്നത്. ഇത് ഹഠയോഗ അനുസരിച്ചുള്ളതാണ്. യോഗശാസ്ത്രങ്ങൾക്ക് പല വഴികളുണ്ട്. ഒന്ന് ഹഠയോഗം, മറ്റത് രാജയോഗം, പതഞ്ജലി യോഗസൂത്രം അനുസരിച്ചിട്ടുള്ള അത് പ്രകാരമുള്ള യോഗശാസ്ത്രം രാജയോഗം. അപ്പോൾ ഹഠയോഗമുണ്ട്, രാജയോഗമുണ്ട്. ഹഠയോഗത്തിൻ്റെ പുസ്തകങ്ങൾ ഹഠയോഗ പ്രദീപിക, ഖേരണ്ഡ സംഹിത, ശിവസംഹിത തുടങ്ങിയവയാണ്. രാജയോഗത്തിന് പതഞ്ജലി യോഗസൂത്രങ്ങൾ 195 സൂത്രങ്ങൾ, 4 അധ്യായങ്ങളിലായിട്ട് ഉള്ള പതഞ്ജലി യോഗസൂത്രങ്ങൾ. അപ്പോൾ ഇതിൽ രണ്ടുമുണ്ട്. ഹഠയോഗയുണ്ട്, ഈ ശ്ലോകത്തിൽ രാജയോഗയുണ്ട്. ഈ രണ്ട് മാർഗങ്ങളും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഹഠയോഗ ഗ്രന്ഥങ്ങളനുസരിച്ചാണ്, ഹഠയോഗ സിദ്ധാന്തങ്ങളനുസരിച്ചിട്ടാണ് കുണ്ടലിനി ശക്തിയെ കുറിച്ച് പറയുന്നതും കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നതിൻ്റെ വഴികളും ഒക്കെ ഉള്ളത്. കുണ്ടലിനി ശക്തിയെക്കുറിച്ച് പതഞ്ജലി യോഗസൂത്രം അല്ലെങ്കിൽ രാജയോഗത്തിൽ പരാമർശമേ ഇല്ല. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ആദ്യം കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്ന ഒരു രംഗമായിട്ടാണ് കാണുന്നത്. അതായത് മൂലോഡ്ഡിയാന ജാലന്ധര യമനിയമം ചെയ്ത്, ഈ 3 ബന്ധങ്ങൾ, മൂലബന്ധം, ഉഡ്യാനബന്ധം, ജാലന്ധര ബന്ധം, ഇത് 3 ബന്ധങ്ങളാണ്. ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ലോക്ക്. അതായത് പ്രാണായാമത്തിൻ്റെ ശക്തി കൂട്ടുന്നതിനും ശക്തിയെ, എനർജിയെ, ഊർജത്തെ തിരിച്ചുവിടുന്നതിനുമൊക്കെയാണ് ഈ ബന്ധങ്ങളും ചില മുദ്രകളും ഹഠയോഗയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുംഭകം അല്ലെങ്കിൽ പ്രാണായാമം എന്ന് പറഞ്ഞാൽ കുംഭകമാണ് ഉദ്ദേശിക്കുന്നത്. കുംഭകം അത് ബാഹ്യകുംഭകാവാം, അന്തരകുംഭകാവാം. അത് ചെയ്തതിന് ശേഷം ഈ ബന്ധങ്ങളോടുകൂടി ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുണ്ടലിനി ശക്തി ഉണരും എന്നർത്ഥം. അപ്പോൾ കുണ്ടലിനി ശക്തിയെ ഉണർത്താനായിട്ട് ഈ 3 ബന്ധങ്ങൾ, ഈ ത്രിബന്ധം ചെയ്യുക. അത് എന്താണ്? യമനിയമം ചെയ്ത്, യമനിയമം എന്ന് 5 യമങ്ങൾ, 5 നിയമം പതഞ്ജലി യോഗസൂത്രത്തിലുണ്ട്. അതേപോലെ ഹഠയോഗ ഗ്രന്ഥങ്ങളിലും യമനിയമങ്ങളുണ്ട്. പക്ഷേ അത്രയും പ്രാധാന്യം ഇല്ല എന്ന് മാത്രം. രാജയോഗത്തിൽ, പതഞ്ജലി യോഗസൂത്രത്തിൽ യമനിയമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് 2ാമത്തെ അധ്യായത്തിൽ സാധനാപാദത്തിൽ അഷ്ടാംഗയോഗയെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. അഷ്ടാംഗയോഗ 8 സ്റ്റെപ്പുകളാണ് നമ്മൾ സമാധിയിലേക്ക് എത്താനായിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത് യമവും നിയമവുമാണ്. യമം എന്ന് വെച്ചാൽ അഹിംസ, സത്യം, ആസ്ഥേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. അതുപോലെ നിയമം എന്ന് പറഞ്ഞാൽ ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. അപ്പോൾ ഈ 10 യമനിയമങ്ങൾ ചെയ്തിട്ട് മാത്രമേ, അല്ലെങ്കിൽ അതിൽ പ്രാവീണ്യം നേടിയിട്ട് അത് ആയതിനു ശേഷമേ മറ്റ് ആസനത്തിലേക്കോ പ്രാണായാമത്തിലേക്കോ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ യമനിയമങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ അത് വരുന്നുണ്ട്. മൂലോഡ്ഡിയാന ജാലന്ധര യമനിയമം ചെയ്ത്, അതിന് ശേഷമാണ് മെല്ലൊന്നുണർത്തി കുണ്ടലിനി ശക്തിയെ വളരെ മെല്ലെ ഉണർത്തുന്നു. അപ്പോൾ അത് മറ്റൊരു പാഠം സമനിയമം ചെയ്ത് എന്ന് ചില പുസ്തകങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ 2009 പബ്ലിഷ് ചെയ്ത
പഞ്ചാംഗം പ്രസ്സിൽ പബ്ലിഷ് ചെയ്ത ഉറവങ്കര കൃതികൾ എന്നുള്ളതിൽ സമനിയമം എന്നാണ് കാണുന്നത്. പക്ഷേ 2012 ഉറവങ്കര കവിത എന്ന പുസ്തകം, അത് വള്ളത്തോൾ വിദ്യാപീഠം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ കൃത്യമായിട്ട് യമനിയമം തന്നെ എഴുതിയിട്ട് അതിൽ അടിക്കുറിപ്പായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യമനിയമം ആവാനാണ് കൂടുതൽ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് വളരെയധികം പ്രസക്തി ഉണ്ട്, കൂടുതൽ പ്രസക്തി ഉണ്ട് എന്നർത്ഥം. അപ്പോൾ യമനിയമം ചെയ്തു. ഈ ത്രിബന്ധം അതിനുശേഷം മെല്ലെ, അപ്പോൾ കുണ്ടലിനി ശക്തി ഉണരുകയാണ് ചെയ്യുന്നത്. മെല്ലെ ഒന്ന് ഉണർത്തി, മെല്ലെ എന്നുള്ള വാക്കിന് വലിയ ഒരു വിശേഷം ശരിക്ക് ഹഠയോഗ ഗ്രന്ഥങ്ങളിലുണ്ട്. വളരെ മെല്ലെ വേണം, വളരെ പതുക്കെ വേണം കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ, വളരെ സൂക്ഷിച്ച് വേണം എന്ന് അത് ആവർത്തിച്ച് ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതായത് വന്യമൃഗങ്ങളെ, ഇപ്പോൾ സിംഹത്തിനെ ആനയെ ഒക്കെ മെരുക്കുന്നത് പോലെയാണ് ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്തിയെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ ഒന്ന് ലേശം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മളെ തിരിച്ചടിക്കും, അല്ലെങ്കിൽ നമ്മളെ ഹനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ മെല്ലെ എന്നുള്ളത് ശനൈ വളരെ പതുക്കെ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുക, വളരെ സൂക്ഷിച്ചും പതുക്കെയും മാത്രമേ പ്രാക്ടീസുകൾ ചെയ്യാവൂ എന്ന് പ്രത്യേകം അടിവരയിട്ട് ഈ ഹഠയോഗ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ മെല്ലെ എന്നുള്ള വാക്കിന് വലിയൊരു പ്രാധാന്യം ഈ ശ്ലോകത്തിൽ ആ മെല്ലെ എന്നുള്ള വാക്കിന് വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് അർത്ഥം. അത് കഴിഞ്ഞ് കുണ്ടലിനി ശക്തിയെ ഉണർത്തി, എന്നിട്ടോ ചാലേ നല്ലോണം, അതായത് പൂർണ്ണമായിട്ട് ചാലയെ മേൽപോട്ട് ഉയർത്തി, അത് മേൽപോട്ട് മുഴുവനായിട്ട് നല്ലവണ്ണം മുകളിലേക്ക് ഉയർത്തണം. ഈ പ്രാണശക്തിയെ മുകളിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഉയർത്തിയിട്ട് ഈ ചക്രങ്ങളൊക്കെ കടന്ന് മുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹഠയോഗ ഗ്രന്ഥങ്ങൾ പ്രകാരം എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു ശക്തിയാണ്. അത് നമ്മളിപ്പോൾ ധ്യാനത്തിനിരിക്കുന്ന സ്ഥിതിയിലാണെങ്കിൽ ഏറ്റവും അടിയിലാണ് ഈ കുണ്ടലിനി ശക്തി സ്ഥിതി ചെയ്യുന്നത്. അതൊരു 3.5 വളയം ഉള്ള ഒരു പാമ്പ് പോലെ ഏറ്റവും അടിയിലെ മൂലാധാരത്തിൻ്റെ അവിടെ ആണ് ഉള്ളത്. അതിനെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. ആ ഉണർത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ നമ്മളുടെ പ്രാണശക്തി നമ്മളുടെ പ്രധാനപ്പെട്ട സുഷുമ്ന നാഡിയിൽ കൂടെ ആവുന്നു. അതുവരെ അത് അല്ലെങ്കിൽ പിംഗള നാഡികളിൽ കൂടിയാണ് ഈ പ്രാണൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ പ്രാണനെ ഈ സുഷുമ്ന നാഡിയിലേക്ക് ആയിട്ട് പിന്നെ അത് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഈ കുണ്ടലിനി ശക്തി കൊണ്ടാണ്. കുണ്ടലിനി ശക്തി ഉണരുമ്പോഴാണ് സുഷുമ്നയിൽ കൂടി പ്രാണൻ സഞ്ചരിക്കുന്നത്. എന്നിട്ട് ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്തിയിട്ട് അത് നട്ടെല്ലിൻ്റെ രേഖയിൽ കൂടിയാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ 6 ചക്രങ്ങളാണ്. ഏത് ചക്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി സെൻറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഊർജത്തിൻ്റെ കേന്ദ്രങ്ങളാണ് ഈ ചക്രങ്ങൾ. അതായത് താഴത്തുനിന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഇങ്ങനെയാണ് 6 ചക്രങ്ങൾ. അതിൻ്റെ മുകളിലാണ് സഹസ്രാര ചക്രം. അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ സഹസ്രാര ചക്രം വരെയാണ് പറയുന്നത്. അത് ക്രോസ് ചെയ്യുന്നില്ല. ഏത് ആജ്ഞാചക്രം ക്രോസ് ചെയ്തു, അവിടം വരെയാണ് ഈ ശ്ലോകത്തിൽ ഉള്ള പറയുന്നത്. അപ്പോൾ ചാലയെ മേൽപോട്ടുയർത്തി ചതുരത കലരും ചക്രമാറും കടത്തി. ചതുരത കലരും ചക്രം, ചതുരത സാമർഥ്യം, മിടുക്ക്, അല്ലെങ്കിൽ ഈ ചക്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ ചക്രങ്ങളാണ് തീരുമാനിക്കുന്നത് ഈ എനർജി, ഈ ഊർജം എങ്ങോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ നേരെ മുകളിലേക്ക് വളരെ പതുക്കെ പൂർണ്ണമായും മേൽപോട്ട് ഉയർത്തുക. ചാലയെ മേൽപോട്ട് ഉയർത്തുക എന്ന് പറയുന്നത് അത് മറ്റ് വഴിക്ക് അത് പോയാൽ, അത് ശക്തി കുണ്ടലിനി ശക്തി ഉണരുന്നതോട് കൂടി സാധകന് വലിയൊരു ശക്തിയാണ് ഉണ്ടാവാൻ പോകുന്നത്. പക്ഷേ ആ ശക്തിയെ നേരാമണ്ണം ഉപയോഗിച്ചില്ലെങ്കിൽ അത് അവനവനെ തന്നെ ഹനിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഈ ഹഠയോഗ ടെക്സ്റ്റുകളിൽ അത് വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചാലയെ മേൽപോട്ട് ഉയർത്തി ചതുരത കലരും ചക്രമാറും കടത്തി. അപ്പോൾ ഈ ചതുരത എന്നുള്ളത് സാമർഥ്യം അല്ലെങ്കിൽ ആ അർത്ഥത്തിലെടുക്കാം. അതല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ പോകാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചക്രങ്ങൾക്കൊക്കെ ജ്യാമിതീയ രൂപങ്ങളുണ്ട്. അപ്പോൾ ചിലത് ത്രികോണമാണ്, ചിലത് പല വശങ്ങളുള്ള ജ്യാമിതീയ രൂപങ്ങളാണ്. അപ്പോൾ ചതുരത കലരുന്ന, ചതുരമായിട്ടുള്ളതല്ല, അപ്പോൾ ചതുരത കലരുന്ന പല രൂപം. അപ്പോൾ അങ്ങനെയുള്ള ചക്രങ്ങൾ എന്നുള്ള ഇത് എടുക്കാം. പക്ഷേ
കപ്പാസിറ്റി അല്ലെങ്കിൽ എന്താ പറയുക സാമർഥ്യം അല്ലെങ്കിൽ ഒക്കെ ചാതുര്യം എന്നുള്ള അർത്ഥത്തിൽ എടുക്കുന്നതാണ് കൂടുതൽ ഉചിതം എന്ന് തോന്നുന്നു. ചാലയെ മേൽപോട്ടുയർത്തി ചതുരത കലരും ചക്രം 6 കടത്തി. ഈ 6 ചക്രങ്ങളും കടന്ന് മുകളിലേക്ക്, അപ്പം നേരാവണ്ണം നല്ലവണ്ണം, ചാല എന്നുള്ള അർത്ഥത്തിനൊക്കെ നല്ല അർത്ഥമുണ്ട്. അതായത് നേരെ മുകളിലേക്ക് തന്നെ പോകണം, അതല്ലെങ്കിൽ ആ സാധകനെ അത് ഹനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഈ ചക്രങ്ങൾ കൂടാതെ പല തടസ്സങ്ങളുണ്ട്. ഈ ഗ്രന്ഥികളുണ്ട്, 3 ഗ്രന്ഥി, ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി. ഈ ഗ്രന്ഥികളും കൂടി ഭേദിച്ചിട്ട് വേണം മുകളിലേക്ക് പോവാൻ. അത് ഈ ചക്രങ്ങളുടെ ഏകദേശ പൊസിഷനിലാണ്, ഈ ചില ചക്രങ്ങളുടെ പൊസിഷനിലാണ് ഈ ഗ്രന്ഥികളും വരുന്നത്. അപ്പോൾ കുറച്ച് വിഷമം പിടിച്ച ഒരു യാത്രയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് വളരെ സൂക്ഷിച്ച് എന്നുള്ള അർത്ഥത്തിൽ മെല്ലെ വേണം, ചാലെ പൂർണ്ണമായും മേൽപോട്ട് ഉയർത്തണം എന്നൊക്കെ, അതുപോലെ ചതുരത കലരുന്നതാണ് ഈ ചക്രങ്ങൾ എന്നൊക്കെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇനി 3-ാമത്തെ വരിയിൽ മേലെ, അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ആജ്ഞാചക്രം എന്ന് വെച്ചാൽ ഭ്രൂമധ്യത്തിൻ്റെ ഏകദേശം ആ ലെവലിലുള്ളതാണ്, ആ നിലയിലുള്ള ഇതാണ്. അതിൻ്റെ മുകളിലേക്കാണ് സഹസ്രാര ചക്രത്തിൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഇതും ഭേദിച്ചു കഴിഞ്ഞു, ആജ്ഞാചക്രവും ഭേദിച്ചു കഴിഞ്ഞിട്ട് മേലെ തേജച്ഛടാഭാസ്വര കമലവനം, അതായത് തേജസ്, പ്രകാശം, ഛട സമൂഹം, അതായത് രശ്മികളെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അർത്ഥം വരാവുന്ന, ഭാസ്വര പ്രകാശം, ഭംഗി, അങ്ങനെയുള്ള കമലവനം, ആയിരക്കണക്കിന് ഇതളുള്ള ഒരു സങ്കല്പമാണ് അവിടെയുള്ളത്. താമരയുടെ ഇതളുള്ള താമരയുള്ള കമലവനം തന്നെയാണ്. മേലെ തേജച്ഛടാ ഭാസ്വര കമലവനം തന്നിലാം മാറിരുത്തി. അതിൽ അവിടെ ആ സഹസ്രാര ചക്രത്തിൽ അവിടെ ആണ് നമ്മൾ ഈ സങ്കല്പിക്കുന്നത്, ഈ ദേവിയെ സങ്കല്പിക്കുന്നത് അവിടെയാണ്. അവിടെ ഇരുത്തിയിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് എന്നർത്ഥം. അതിലും ഒരു പാഠഭേദം 2 പുസ്തകങ്ങളിലെ വ്യത്യാസം കാണാനുണ്ട്. തന്നിലമ്മാറിരുത്തി എന്നാണ് പഞ്ചാംഗ പ്രസ്സിലെ ഈ 2009 ഒറോങ്കര കൃതികൾ എന്ന പുസ്തകത്തിൽ. എന്നാൽ ഒറോങ്കര കവിത എന്ന വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ തന്നിലാം മാറിരുത്തി എന്നാണ് അതിൽ കാണുന്നത്. രണ്ടായാലും അർത്ഥത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടം വരെ എത്തി, ഈ സഹസ്രാര ചക്രത്തിൻ്റെ അവിടം വരെ എത്തി. അപ്പോൾ പതഞ്ജലി യോഗസൂത്രം അനുസരിച്ച് അല്ലെങ്കിൽ രാജയോഗം അനുസരിച്ച് നിരവധി സമാധികളുണ്ട്. അപ്പോൾ അഷ്ടാംഗ യോഗ 8 സ്റ്റെപ്പുകൾ. ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, അതും കഴിഞ്ഞു സമാധിയിലേക്ക് എത്തി. അപ്പോൾ ഈ സഹസ്രാര ചക്രത്തിലെത്തുമ്പോൾ സമാധിയുടെ സ്റ്റേറ്റിലെത്തി. ഈ സമാധി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് അല്ല, നിരവധി പടവുകളുണ്ട്, നിരവധി സമാധികളുണ്ട്. സവിചാര, നിർവിചാര, സവികൽപ്പ, നിർവികൽപ്പ, അങ്ങനെ നിരവധി പടവുകൾ, ഈ നിരവധി തരത്തിലുള്ള സമാധികൾ പതഞ്ജലി യോഗസൂത്രത്തിൽ, പതഞ്ജലി യോഗസൂത്ര പ്രകാരം ഉണ്ട്. പക്ഷേ അതിനെ നമുക്ക് ഈ സമാധികളെയൊക്കെ നമ്മൾ ധ്യാനത്തിൻ്റെ സ്റ്റേജ് കഴിഞ്ഞു, അതിൻ്റെ അപ്പുറത്ത് സമാധിയിലേക്ക് എത്തിക്കഴിഞ്ഞു സാധകൻ. അപ്പോൾ അവിടെ 2ആയിട്ട് വേണമെങ്കിൽ തിരിക്കാം. അത് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട് പതഞ്ജലി യോഗസൂത്രത്തിൽ. 1 സബീജ സമാധി, 2 നിർബീജ സമാധി. അപ്പോൾ സബീജ സമാധിയാണ് ആദ്യത്തെ കുറേ സമാധികളൊക്കെ അങ്ങനെയാണ്. എന്താ വെച്ചാൽ അതിലൊരു ഒരു വസ്തുവുണ്ട്, അല്ലെങ്കിൽ ഒരു ബീജമുണ്ട്, സീഡ്. അപ്പോൾ അതിനെയാണ് ധ്യാനിക്കുന്നത്. നിർബീജ സമാധിയിലേക്ക് പോകുമ്പോൾ ആ സീഡും കൂടി ഇല്ലാണ്ടാവും, പിന്നെ ഒന്നുമില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ തിരിച്ചു വന്ന് ഇത് വ്യാഖ്യാനിക്കാൻ, എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ആ സ്റ്റേജ് എത്തിയിട്ടില്ല. അപ്പോൾ ഇത് സബീജ സമാധിയാണ്. അതായത് ഒരു വസ്തു, ആ വസ്തു എന്താണ്? ദേവിയാണ്. അത് പാലാഴിയിൽ നിന്ന് ഉണ്ടായ ദേവിയാണ് നമ്മൾ സങ്കല്പിക്കുന്നത്, ഈ സാധകൻ സങ്കല്പിക്കുന്നത്. അപ്പോൾ അതാണ് അത് സബീജ സമാധിയാണ്. അപ്പോൾ അതാണ് പറയണത്, തന്നിലമ്മാറിരുത്തി പാലാഴിഖ്യാതി വിത്തയെ. ആ വിത്ത എന്നുള്ള കൃത്യമായിട്ട് ആ വാക്കും സബീജ സമാധിയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യണത്. ഭവതിയെ നിലവിൽ കാണുവോനാണ് ഉമേശൻ.
ഭവതിയെ മനസ്സിൽ നിലവിൽ കാണുന്ന ആൾ ഉമേശന് തുല്യമാണ് എന്നുള്ള അർത്ഥത്തിലാവാനാണ് അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് ഈ ശ്ലോകത്തിൻ്റെ ഈ ദേവി സ്തവത്തിൽ തന്നെ ഈ ശ്ലോകത്തിന് മുമ്പുള്ള 2-3 ശ്ലോകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ശ്ലോകങ്ങളുടെ ഘടനയിൽ അവസാനത്തെ വരിയിൽ ഈ സാധകൻ ആരാണ് എന്ന് പറയുന്ന രീതിയിലാണ് അതിൻ്റെ ഘടന ആ ശ്ലോകങ്ങൾ അവസാനിക്കുന്നത്. അതായത് ഇപ്പോൾ ലോകേശക്കുട്ടി എന്നുള്ള ശ്ലോകം ഇതിന് മുമ്പിലത്തെ ശ്ലോകമാണ്. അതിൽ ഭവതിയെ മറയിൽ കണ്ടവൻ പോൽ. അതുപോലെ വാനോർമാരാശി എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകത്തിലും ഭവതിയെ കണ്ടവൻ കർമ്മവേദി. അപ്പോൾ ഈ സാധകനെ ആരാണ് എന്ന് പറയുന്ന ഒരു ഘടനയാണ് ഈ ശ്ലോകത്തിലെ മുമ്പുള്ള 2 ശ്ലോകം. അപ്പോൾ ഇതിനും ഏകദേശം അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ സാധകൻ ഇങ്ങനെ കാണുന്നവൻ, നിലവിൽ കാണുവോൻ ഉമേശന് ഉമേശനാണ് എന്ന് അങ്ങനെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ശ്ലോകം ഒരു തവണയും കൂടി ചൊല്ലാം, എന്നിട്ട് ഇത് അവസാനിപ്പിക്കാം. മൂലൊഡിയാനജാലന്ധരയമനിയമം ചെയ്തു മെല്ലൊന്നുണർത്തിച്ചാലേ മേൽപോട്ടുയർത്തി ചതുരതകലരും ചക്രമാറും കടത്തി മേലേ തേജച്ഛടാഭാസ്വര കമലവനം തന്നിലാം മാറിരുത്തി പാലാഴിഖ്യാതിവിത്തേ ഭവതിയെ നിലവിൽ കാണുവോനാണുമേശൻ. എല്ലാവർക്കും നമസ്കാരം.